പ്ലസ് 1 സ്റ്റുഡൻസ്. അപ്പോൾ മക്കളെ നമ്മുടെ വൺ ഷോട്ട് റിവിഷൻ ഒക്കെ നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്സ് ഡെവലപ്മെന്റിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്, നമ്മുടെ കമ്പാരിറ്റീവ് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഏകദേശം 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. 3 മാർക്സേ ഉള്ളൂ എന്ന് കരുതി നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്. കാരണം നമുക്ക് ഫുൾ A+ ആണ് നമ്മുടെ ലക്ഷ്യം. ഫുൾ A+ അല്ലെങ്കിൽ എന്താ പറയുക, ഫുൾ മാർക്സ് ആണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഫുൾ മാർക്സിലേക്ക് നമ്മൾ നീങ്ങണമെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവത്തില്ലേ. ഫുൾ മാർക്സ് കിട്ടണമെങ്കിൽ എന്താ ആ ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്തേ മതിയാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ഈ വീഡിയോ ഇരുന്ന് കാണുക. നേരത്തെ വീഡിയോ കാണാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതും കൂടെയൊക്കെ പോയിരുന്ന് കാണുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ സബ്ജക്ട്സിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഓരോ വൺ ഷോട്ട് വീഡിയോസ് വരുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ റെഡി? യെസ്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങാം. എന്താണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്? നമ്മൾ കുറച്ച് കമ്പാരിസൺ ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മളെന്താ താരതമ്യം ചെയ്യാനാണ് പോകുന്നത്. നമ്മുടെ ആരാണ് ഇന്ത്യനെ അതിൻ്റെ നെയ്ബറിങ് കൺട്രീസുമായിട്ട് നമ്മളെന്താ കമ്പയർ ചെയ്യാനാണ് പോകുന്നത്. നോക്കിയാൽ ഇന്ത്യ പാകിസ്ഥാനെയും അതേപോലെ തന്നെ എന്താ ചൈനേനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഓർക്കും, എന്തിനാണ് മിസ്സേ ഇന്ത്യനെ പാകിസ്ഥാനും ചൈനയായിട്ട് കമ്പയർ ചെയ്യുന്നത്? വേറെ എത്ര രാജ്യങ്ങളുണ്ട്, അവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്തൂടെ എന്ന് നിങ്ങൾ ഇപ്പോൾ ആലോചിക്കും അല്ലേ. നമ്മുടെ ഇന്ത്യക്ക് എപ്പോഴാണ് ഇൻഡിപെൻഡൻസ് കിട്ടിയത്? 1947 അല്ലേ. ആ സെയിം സമയത്താണ് ആർക്കും ഇൻഡിപെൻഡൻസ് കിട്ടിയത്? നമ്മുടെ പാകിസ്ഥാനും കിട്ടിയത് അല്ലേ. അപ്പോൾ നമുക്കറിയാം എന്തായിരുന്നു സിറ്റുവേഷൻ. നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ഒരു രാജ്യമായിരുന്നു അല്ലേ. നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷമാണ് പാർട്ടീഷനും കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. ആൻഡ് നമ്മൾ ചൈന നോക്കുകയാണെങ്കിലോ 1949 നമ്മുടെ ചൈനയ്ക്ക് എന്ത് കിട്ടിയത്? ഓക്കെ ഗൈസ്, പെൻ വർക്ക് ആവുന്നില്ല ഗൈസ്. ഓക്കെ, 1949 നമ്മുടെ ചൈനയ്ക്ക് എന്ത് കിട്ടിയത്? നമ്മുടെ ചൈനയ്ക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ ഏകദേശം ഒരേ സമയത്താണ് ഇവർക്കെല്ലാം ഇൻഡിപെൻഡൻസ് കിട്ടിയത്. ആൻഡ് ഇവരുടെ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ എന്താണ് ഏകദേശം ഒരേപോലെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ചൈനയെ പറ്റിയിട്ടാണ്. ചൈനയിൽ എന്തൊക്കെ ഡെവലപ്മെന്റും കാര്യങ്ങളാണ് വന്നതെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. യെസ്, ഫസ്റ്റ് വൺ ആണ് എന്താ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്. 1958 GLF എന്ന് നമ്മൾ പറയും. എന്താണ് ഇൻഡസ്ട്രിയലൈസേഷൻ. ചൈനയിൽ എന്താ ഒരുപാട് ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനാണ് നമ്മുടെ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് നമ്മൾ ഫസ്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ, അതായത് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയിൽ എല്ലായിടത്തും എവിടെയൊക്കെ ഇൻഡസ്ട്രി തുടങ്ങാവോ, നിങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ തുടങ്ങാവോ, അവിടെയൊക്കെ തുടങ്ങിക്കോളാനാണ് പറഞ്ഞ് കൊണ്ടുവന്നാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത് എന്താ കമ്മ്യൂൺ സിസ്റ്റം. എന്താണ് കമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഗവൺമെന്റ് എന്താണ് ഇത്രയും ഒരു ലാൻഡ് അങ്ങ് ആർക്ക് കൊടുക്കുകയാണ്? ആളുകൾക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് എന്താ ഇവിടെ ഈ ലാൻഡിൽ എന്താ ഇവർക്ക് ഷെയർ ചെയ്ത് കൃഷി ചെയ്യാം. അതായത് എന്താണ് എല്ലാവരും ഈ ലാൻഡിൽ തന്നെ കൃഷി ചെയ്യണം. ചിലപ്പോൾ അവർ പൈസ കൊടുത്തും ഗവൺമെന്റ് പൈസ കൊടുത്തെന്നാവും, ചിലപ്പോൾ കൊടുത്തെന്നാവത്തുമില്ല. അതാണ് നമ്മുടെ കമ്മ്യൂൺ സിസ്റ്റം. ഏകദേശം 26,000 കമ്മ്യൂൺസ് ഉണ്ടായിരുന്നു എവിടെ? നമ്മുടെ ചൈനയിൽ ആ ഒരു ടൈമിൽ എന്നാണ് പറഞ്ഞത്. ഓക്കെ, കളക്റ്റീവ് കൾട്ടിവേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ആണ് എന്തെന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് പ്രൊലൈറ്റേറിയൻ കൾച്ചറൽ റിവല്യൂഷൻ. 1966 to 76 വരെയുള്ള സംഭവമാണ് ഇതെന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ ചൈനയിലുള്ള പ്രൊഫഷണൽസ്, അതായത് ഭയങ്കര വലിയ ആൾക്കാരുണ്ടല്ലോ, അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റുഡൻസ്, ഇവർക്കൊക്കെ എന്താ ഇവരൊക്കെ കൺട്രീസ് ആയിട്ടോട്ട് വയ്ക്കണം, ഗ്രാമപ്രദേശങ്ങളിലേക്ക് വിടുകയാണ്. എന്തിനു വേണ്ടി? അവിടെ പോയി ജോലി ചെയ്യുക, പഠിക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞ് അങ്ങ് വിടുകയാണ്. അപ്പോൾ എന്താണ്, അപ്പോൾ നമ്മുടെ ചൈനയ്ക്ക് പയ്യെ മനസ്സിലായി ഇതൊന്നും രക്ഷയില്ല. എന്തെങ്കിലുമൊക്കെ നമ്മൾ ഗ്രോത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗ്രോത്ത് ഇല്ല. പക്ഷേ ഗ്രോത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗ്രോത്ത് ഉണ്ട്. പക്ഷെ എന്താ ഭയങ്കര സ്ലോ ആയിട്ടാണ് ഗ്രോത്ത് ഇങ്ങനെ വരുന്നത്. നമ്മുടെ ചൈനയ്ക്ക് ഇങ്ങനെ മനസ്സിലായി തുടങ്ങി. അപ്പോൾ നമ്മുടെ ചൈന എന്താ ചെയ്തതെന്നറിയാമോ? ഇൻഡസ്ട്രീസിൽ നമുക്ക് എന്താ നേരത്തെ ഗവൺമെൻറ് ഇൻഡസ്ട്രീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പയ്യെ എന്താ പ്രൈവറ്റ് ഇൻഡസ്ട്രീസും വരാൻ തുടങ്ങി എന്ന് നമുക്ക് കാണാൻ സാധിച്ചു. അതേപോലെ എന്താ ഡ്യുവൽ പ്രൈസിങ് സിസ്റ്റം കൊണ്ടുവന്നു. അതായത് എന്താ നമുക്ക് രണ്ട് ടൈപ്സ് ഓഫ് പ്രൈസിങ് ആണ് ഉണ്ടായിരുന്നത്. അതായത് ഗവൺമെന്റിനെ നിശ്ചയിക്കുക, അതേപോലെ മാർക്കറ്റിനെ നിശ്ചയിക്കാം. അതായത് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫാമേഴ്സും അതേപോലെ ഇൻഡസ്ട്രിയലൈറ്റ്സും ഉണ്ടല്ലോ, അഗ്രികൾച്ചർ പ്രൊഡക്ട്സിനും നമ്മുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിനൊക്കെ ഗവൺമെന്റ് എന്താ ഇത്ര ക്വാണ്ടിറ്റി, അതായത് ഇത്ര ക്വാണ്ടിറ്റിയിലുള്ള ഇപ്പം 100 ക്വാണ്ടിറ്റിയാണ് നമ്മളിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. 100 കിലോ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ 10 കിലോയുടെ വില ആര് വിൽക്കാനും അത് വാങ്ങാനുമുള്ള വില ആര് നിശ്ചയിക്കും? നമ്മുടെ ഗവൺമെന്റ് നിശ്ചയിക്കും. ബാക്കി 90 ഉണ്ടല്ലോ, ബാക്കി 90 നമ്മുടെ മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡും സപ്ലൈയും നിശ്ചയിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് എന്താണ് നമ്മുടെ കമ്മ്യൂൺ സിസ്റ്റം ഒക്കെ ഇങ്ങനെ എടുത്ത് മാറ്റി അല്ലേ. നമ്മൾ പറഞ്ഞു നേരത്തെ എന്താണ് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. അതൊക്കെ അങ്ങ് എടുത്ത് മാറ്റി എന്താ ചെയ്തത്? അതൊക്കെ എടുത്ത് മാറ്റി ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഭൂമി അങ്ങ് കൊടുത്തു. ഓക്കെ, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഭൂമി കൊടുത്തു. അതിൽ നിന്ന് ആ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന പൈസയൊക്കെ ആർക്കെടുക്കാം? അതിൻ്റെയൊക്കെ നമ്മുടെ ഈ കർഷകർക്ക് എടുക്കാമായിരുന്നു. അവരെന്ത് ചെയ്താൽ മതിയായിരുന്നു? ഒരു ഇത്ര വിഹിതം നമ്മുടെ ഗവൺമെന്റിന് ടാക്സ് ആയിട്ട് അടച്ചാൽ മാത്രം മതിയായിരുന്നു. അതെന്താണ് നമ്മുടെ ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ എക്കണോമിക് സോൺസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി എന്ന് കാണാൻ സാധിച്ചു. ആൻഡ് നമ്മൾ ഇനി അടുത്ത നോക്കാൻ പോകുന്നതാണ് പാകിസ്ഥാൻ. 1947 തന്നെ
ഇൻഡിപെൻഡൻസ് കിട്ടി ഏകദേശം നമ്മൾ ഇന്ത്യ എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ കോപ്പി അടിക്കുന്ന ടീമാണ് ആരെന്ന് പറയുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. മിക്സഡ് എക്കണോമിക് സിസ്റ്റം നമ്മുടെ ഇന്ത്യ ഫോളോ ചെയ്ത പോലെ തന്നെയുള്ള മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം ആയിരുന്നു ആരും ഫോളോ ചെയ്തത്, പാകിസ്ഥാനും ഫോളോ ചെയ്തത് നമുക്ക് കാണാൻ സാധിച്ചു. ക്യാപിറ്റലിസത്തിന് നല്ല വശങ്ങളും സോഷ്യലിസത്തിന് നല്ല വശങ്ങളും കോർത്തിണെങ്കിൽ മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം ആയിരുന്നു ആര് ഫോളോ ചെയ്തത്, നമ്മുടെ പാകിസ്ഥാനും ഫോളോ ചെയ്ത്. നമ്മുടെ ഇന്ത്യയിൽ 5 ഇയർ പ്ലാൻസ് വന്നതുപോലെ തന്നെ എവിടെയും 5 ഇയർ പ്ലാൻസ് ഉണ്ടായിരുന്നു, ചൈനയിലും ഉണ്ടായിരുന്നു, അതേപോലെ എവിടെയും ഉണ്ടായിരുന്നു, പാകിസ്ഥാനിലും 5 ഇയർ പ്ലാൻസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കിയേ മീഡിയം ടേം പ്ലാൻ അല്ലെങ്കിൽ നമ്മൾ 5 ഇയർ പ്ലാൻസിനെ പാകിസ്ഥാനിൽ വിളിക്കുന്ന പേരാണ് മീഡിയം ടേം പ്ലാൻ. അത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? 1956 പിന്നെന്താ മിക്സഡ് ഇക്കോണമിയാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ രാജ്യത്ത് നടത്തിയ പോലെ ഗ്രീൻ റെവല്യൂഷൻ എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ പാകിസ്ഥാനിലുണ്ടായിരുന്നു. HYV സീഡ്സിന്റെ യൂസ് ആണല്ലോ നമുക്കറിയാം. HYV സീഡ്സ് യൂസ് ചെയ്ത കാരണം നമ്മുടെ എന്താ ഫുഡ് ഗ്രെയിൻസിൽ ഹയർ ഗ്രോത്ത് ഉണ്ടായി. യെസ്, ആൻഡ് നോക്കിയേ റെഗുലേറ്ററി പോളിസി ഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താണ് കുറേ പോളിസീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇൻഡസ്ട്രീസ് തുടങ്ങണമെങ്കിൽ അവരുടെ ഗവൺമെന്റിന്റെ അധികാരം വേണം. നമ്മളിവിടെ കൊണ്ടുവന്ന പോലെ സെയിം സംഭവം. അതുപോലെ എന്താ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഐറ്റംസും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നു നമുക്ക് കാണാൻ സാധിച്ചു. ആൻഡ് എന്താണ് നാഷണലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ്. അവിടെ ഉണ്ടായിരുന്ന പ്രശ്നമായിരുന്നു എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ് ഉണ്ടല്ലോ നമുക്കറിയാം. എന്താണ് നമുക്കറിയാം ഓരോ കമ്പനീസിനും വേണ്ട ഫർണിച്ചേഴ്സും ഫിക്സ്റ്റേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ്. അതൊക്കെ എന്താണ് അത് ഗവൺമെന്റിന്റെ അധീനതയിൽ മാത്രമായിരുന്നു. അതൊക്കെ മാറ്റി എന്താക്കി അത് ഡീനാഷണലൈസ് ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിച്ചു. അവിടുത്തെ ഇക്കണോമിക് റീഫോം സ്റ്റാർട്ട് ചെയ്തത് 1988 അത് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ ഈ പാകിസ്ഥാനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഇക്കണോമിക് റീഫോം വന്നിട്ട് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. കാരണം എന്താ ഇവരെല്ലാവരെയും നമ്മൾ ഇന്ത്യ മേടിച്ച പോലെ തന്നെ എല്ലാവരെയും കടം മേടിച്ച് കടക്കെണിയിലായിരുന്നു. പക്ഷെ നമ്മൾ ഇക്കണോമിക് റീഫോം ഒക്കെ കൊണ്ട് നമ്മൾ ഏകദേശം റെഡിയായി. പക്ഷെ പാകിസ്ഥാൻ അവിടെ റെഡി ആയില്ല. കാരണം എന്താ നമ്മുടെ വെസ്റ്റേൺ കൺട്രീസിനെയും അതേപോലെ UAE കൺട്രീസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഫോറിൻ ലോൺസിലായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ എന്താ ഇനി ഓരോന്നിൻ്റെ കമ്പാരിസൺ നോക്കുകയാണ്. നമ്മൾ ആദ്യം നോക്കുന്നതാണ് ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ് ആണ് നോക്കുന്നത്. യെസ്, ഓക്കെ. അപ്പോൾ ഏറ്റവും പോപ്പുലേറ്റഡ് കണക്ക് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചൈനയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ റീസെൻറ്റ് കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയാണ് ഏറ്റവും ഹയസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി ഇൻ ദ വേൾഡ്. സെക്കൻഡ് ആരാണ്? ചൈനയാണ്. ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ ചൈനേനേക്കാളും ഏറ്റവും കൂടുതൽ എവിടെയാണുള്ളത്? പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പാകിസ്ഥാനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ എവിടെയാണ് കൂടുതൽ? നമ്മുടെ ഇന്ത്യയിലാണ് കൂടുതൽ. ഫെർട്ടിലിറ്റി റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ എവിടെയാണ് കൂടുതൽ? അത് പാകിസ്ഥാനിലാണ്. ആൻഡ് അർബനൈസേഷൻ നഗരവൽക്കരണം എവിടെയാണ് കൂടുതൽ? അത് ചൈനയിലാണ്. ആൻഡ് ചൈനയിൽ നമ്മൾ പറഞ്ഞു പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട് അവരെന്താ ചെയ്തതെന്നറിയോ? 1 ചൈൽഡ് നോം കൊണ്ടുവന്നു. അതായത് നാം ഒന്ന് നമുക്കൊരു കുട്ടി മതി എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നു. അതായത് പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടി. പക്ഷെ പിന്നീട് അവർ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി കൂടുതലും യങ്ങർ പീപ്പിൾ വരുന്നതിനും പകരം ഫുൾ എൽഡർ പീപ്പിളാണ് ചൈനയിൽ വരുന്നതെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് അവരെന്താ ചെയ്തത്? അവർ 1 ചൈൽഡ് നോം അങ്ങ് മാറ്റി നാം ഒന്ന് നമുക്ക് 2 എന്നുള്ള സ്കീമാക്കി. ഓക്കെ, 2 കുട്ടികൾ പറ്റുമെന്നുള്ളൊരു പരിപാടിയാക്കി. യെസ്, ആൻഡ് നമ്മൾ GDP കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമുക്ക് ഓരോ സെക്ടേഴ്സ് ഉണ്ട്. അഗ്രികൾച്ചർ സെക്ടർ ഉണ്ട്, ഇൻഡസ്ട്രിയൽ സെക്ടർ ഉണ്ട്, സർവീസ് സെക്ടർ ഉണ്ട്. ഈ ഓരോ സെക്ടേഴ്സിലുള്ള കോൺട്രിബ്യൂഷൻ GDPയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സർവീസ് സെക്ടർ the service sector the highest contributing sector to GDP of India and Pakistan. ഇന്ത്യയുടെയും പാകിസ്ഥാനും നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഏത് സെക്ടറിൽ നിന്നാണ് കിട്ടുന്നത്? സർവീസ് സെക്ടറിൽ നിന്നാണ് നോക്കുന്നത്. നമ്മൾ ഈ GDP നോക്കുകയാണെങ്കിൽ പല രാജ്യങ്ങളും ആ സമയത്ത് ഒരു 2 ഡിജിറ്റ് എങ്ങനെയെങ്കിലും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇങ്ങനെ അതായത് അറ്റ്ലീസ്റ്റ് ഒരു 5% എങ്ങനെയെങ്കിലും ആക്കാൻ ഇങ്ങനെ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഈ ചൈന എന്ന് പറയുന്നത് 2 ഡിജിറ്റ് GDP ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അതായത് നമ്മൾ വേൾഡ് GDPയിൽ ഹയസ്റ്റ് ആരാന്ന് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ചൈനയായിരുന്നു ഉണ്ടായിരുന്നത്. ഏതാ റേഞ്ച് നോക്കിയേ. ആൻഡ് ചൈനയിൽ ഏറ്റവും കൂടുതൽ GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏത് സെക്ടറാന്ന് നോക്കിയേ? ഇൻഡസ്ട്രിയൽ സെക്ടറാണ്. ആൻഡ് അഗ്രികൾച്ചർ സെക്ടറാണ് ഏറ്റവും കുറവ് സ്പെൻഡ് ചെയ്യുന്നത്. 3 രാജ്യങ്ങൾ നോക്കിയാലും ഏറ്റവും കുറവ് നമ്മുടെ GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അഗ്രികൾച്ചർ സെക്ടറാണെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓരോ സെക്ടേഴ്സിലും എത്ര ആളുകൾ വർക്ക് ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അഗ്രികൾച്ചർ സെക്ടറാണ് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഈ വർക്ക് ഫോഴ്സിൻ്റെ കാര്യം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് ഫോഴ്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? ഈ അഗ്രികൾച്ചർ സെക്ടറിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്നത്. നോക്കിയേ, ദ ഹയസ്റ്റ് വർക്ക് ഫോഴ്സ് is in agriculture of China, India and Pakistan. And നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈനയിലെ സെക്കൻഡ് ഹയസ്റ്റ് വർക്ക് ഫോഴ്സ് എവിടെയാണ് ഉള്ളത്? ഇൻഡസ്ട്രിയൽ സെക്ടറാണ്. ആൻഡ് അവിടെ നിന്നാണ് അവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്? GDPയിലേക്ക് കോൺട്രിബ്യൂഷനും കിട്ടുന്നത്. ആൻഡ് ഇന്ത്യയിലും പാകിസ്ഥാനും നോക്കുകയാണെങ്കിൽ രണ്ടാമത് ഏറ്റവും കിട്ടുന്നത് എവിടെ നിന്നാണ്? സർവീസ് സെക്ടറിൽ നിന്നാണ്. ആൻഡ് നമ്മുടെ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഏറ്റവും കൂടുതൽ GDP ഏത് സെക്ടറിൽ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ സർവീസ് സെക്ടറിൽ നിന്നാണ് കിട്ടുന്നത്. ആൻഡ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് കിടക്കുകയാണ്. ചെറിയൊരു ചാപ്റ്ററാണ് അല്ലേ? നോക്കിയേ, ചൈനയുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈന ഇന്ത്യയിലെയും പാകിസ്ഥാനേക്കാളും ഒക്കെ മുൻപന്തിയിലാണ്. നമുക്ക് നേരത്തെ സ്വാതന്ത്ര്യം കിട്ടി എന്നൊക്കെയാന്ന് പറഞ്ഞാലും ചൈന തന്നെയാണ് ഇപ്പോഴും മുൻപന്തിൽ. നോക്കിയേ, GDP പെർ ക്യാപിറ്റ
GDP പെർ ക്യാപിറ്റൽ എന്താണ്, നമ്മുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ മുൻപന്തിയിലാണ്, പ്രൊപ്പോർഷൻ ഓഫ് പോപ്പുലേഷൻ്റെ കാര്യത്തിൽ മുൻപന്തിയിലാണ്, ബിലോ പോവർട്ടി ലൈൻ പോവർട്ടിയുടെ കാര്യത്തിൽ മുൻപന്തിയിലാണ്, അതായത് അവിടെ പോവർട്ടി റേറ്റ് കുറവാണ്, മോർട്ടാലിറ്റി റേറ്റ്സ് മരണനിരക്കിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിലാണ്, അതായത് അവിടെ ചൈനയിലാണ് ഏറ്റവും കുറവെന്ന്, ആക്സസ് ടു സാനിറ്റേഷൻ, ലിറ്ററസി, ലൈഫ് എക്സ്പെക്ടൻസി, മാൽ നറിഷ്മെൻറ്റ് ഇതിൻ്റെയൊക്കെ കാര്യത്തിൽ ആര് മുൻപന്തിയിലാണ്, ചൈനയാണ് ടോപ്പിലെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നോക്കിയേ, ചൈന ഹാസ് ദി ഹയർ HDI റാങ്ക് കമ്പയർ ടു ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇന്ത്യനെയും പാകിസ്ഥാനെയും വെച്ച് നോക്കുമ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ ആരാണ്, ചൈന തന്നെയാണ് നിൽക്കുന്നത്. ആൻഡ് പെർ ക്യാപിറ്റ GDP എവിടെയാണ് കൂടുതൽ, അതും ചൈനയിലാണ് കൂടുതൽ. ആൻഡ് ലിറ്ററസി റേറ്റ് ആയിക്കോട്ടെ, ലൈഫ് എക്സ്പെക്ടൻസി ആയിക്കോട്ടെ, പീപ്പിൾ ബിലോ പോവർട്ടി ലൈൻ ആയിക്കോട്ടെ, എല്ലാം കൂടുതൽ എവിടെയാണ്, ചൈനയിൽ തന്നെയാണ്. ആൻഡ് പാകിസ്ഥാൻ ഒരു കാര്യത്തിൽ മുൻപന്തിയിലാണ്, ഏതാണ്, സാനിറ്റേഷൻ ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിൽ, അതായത് ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ പാകിസ്ഥാൻ മുൻപന്തിയിലാണ്. ആൻഡ് നമ്മൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ എവിടെയാണ്, അത് ഏറ്റവും കൂടുതൽ പാകിസ്ഥാനിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിലോ ഇംപ്രൂവ്ഡ് ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇന്ത്യയും ടോപ്പിലാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഒരു 3 മാർക്സിനുള്ള ക്വസ്റ്റനും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യാനായിട്ടുള്ളൂ. കൂടുതലായിട്ടും ചോദിക്കാൻ പോകുന്നത് ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തരും ഇത് എവിടെയാണ്, ചൈനയിലാണോ ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ എന്ന് ചോദിക്കും. 1 child 1 no, അപ്പോൾ നമ്മൾ എഴുതുക ചൈനയിലാണെന്ന് എഴുതുക. അർബനൈസേഷൻ എവിടെയാണ് കൂടുതൽ, ചൈനയിലാണെന്ന് എഴുതുക. ഫെർട്ടിലിറ്റി റേറ്റ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എവിടെയാണ് കൂടുതൽ, പാകിസ്ഥാനിലാണ്. അതുപോലെ എന്താ, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ് എവിടെയാണ് കൂടുതൽ, ഇന്ത്യയിലാണ്. അങ്ങനെ എഴുതാനും നിങ്ങൾക്ക് വരത്തുള്ളൂ, അല്ലാണ്ട് കൂടുതലായിട്ടൊന്നും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കത്തില്ല. പക്ഷെ എങ്കിലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ കുഞ്ഞുങ്ങൾ ഇതെല്ലാം പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ടാറ്റാ ബൈ.